ഒരു നദി. ഏവരാലും ആദരിക്കപ്പെടുന്ന, ആരാധിക്കപ്പെടുന്ന, സർവ്വപാപനാശിനിയായ, വിശുദ്ധയായ, മാതൃരൂപിണിയായ ഒരു നദി. ഗംഗ. പുണ്യ ഗംഗാ നദി. എന്തുകൊണ്ടാണ് ഗംഗയെ ഇത്രയും ദൈവികമായി കണക്കാക്കുന്നത്? ശാസ്ത്രീയമായും ഇതിനു പിന്നിലെ കാരണം എന്താണ്? പുരാണങ്ങൾ അനുസരിച്ച് ഗംഗയുടെ ഉദ്ഭവം സ്വർഗത്തിൽ നിന്നാണ്. ഭഗീരഥ് മഹർഷി തന്റെ പിതൃക്കൾക്ക് മോക്ഷം നൽകാനായി കഠിനതപസ്സിലൂടെ ഗംഗയെ ഭൂമിയിലെത്തിച്ചു. പ്രചണ്ഡമായ ഗംഗയുടെ ഒഴുക്കിനെ നിയന്ത്രിച്ചുകൊണ്ട് സാക്ഷാൽ മഹാദേവന്റെ തിരുജടയിലൂടെ അവൾ ഭൂമിദേവിയുടെ മാറിൽ പതിച്ചു. അതിനാൽ ഗംഗ ഭാഗീരഥി എന്നും അറിയപ്പെടുന്നു. ശാസ്ത്രീയമായി ഗംഗയുടെ ഉദ്ഭവം ഹിമാലയത്തിലെ ഗോമുഖ് ഗ്ലേഷ്യറിൽ നിന്നാണ്. ഗംഗോത്രിയിലേക്കുള്ള 18 കിലോമീറ്റർ ട്രെക്കിംഗ് ഒരു തീർത്ഥയാത്രയാണ്. ഭഗീരഥി പിന്നീട് അലകനന്ദയുമായി ചേർന്ന് ഗംഗയായി മാറുന്നു. ഈ രണ്ട് നദികൾ ദേവപ്രയാഗിൽ ചേർന്ന് മഹാനദിയായ ഗംഗയെ രൂപപ്പെടുത്തുന്നു. അവളുടെ ഒഴുക്ക് 2500 കിലോമീറ്ററിലധികം നീളുന്ന ഭാരതത്തിന്റെ ഹൃദയഭാഗങ്ങളിലൂടെ കുതിച്ചുയരുന്നു. ഗംഗയുടെ തീരങ്ങൾ ചരിത്രപരമായി മനുഷ്യന്റെ ആദിമ വാസസ്ഥാനമായിരുന്നു. നദിയുടെ കരകളിൽ ആദ്യ സിവിലൈസേഷനുകൾ പിറന്നു. വാരാണസി, അയോധ്യ, കാശി, പാടലിപുത്ര എന്നിവിടങ്ങൾ ഗംഗയുടെ കരയിൽ വളർന്നു. ഈ പ്രദേശങ്ങളിൽ വ്യാപാരവും വിദ്യാഭ്യാസവും ആധിപത്യം നേടുകയും ചെയ്തു. ഗംഗാ നദി കൃഷിക്ക് തീർച്ചയായും ആവശ്യമായിരുന്നു. മഴയ്ക്ക് പുറമെ ജലസേചനത്തിന് ഗംഗാജലമായിരുന്നു ആശ്രയം. കുടിവെള്ളത്തിനും ഗതാഗതത്തിനും വേണ്ടിയാണ് ആദിമ മനുഷ്യൻ നദിയുടെ സമീപത്തായി താമസിച്ചത്. ഗംഗയുടെ ഒഴുക്ക് ഗ്രാമങ്ങളെയും നഗരങ്ങളെയും ബന്ധിപ്പിക്കുകയും സംസ്കാരങ്ങൾ പരസ്പരം ആശയവിനിമയം നടത്താൻ വഴിയൊരുക്കുകയും ചെയ്തു. ഈ സംസ്കാരത്തിൽ നിന്നാണ് പൗരാണികവും വൈദികവുമായ ധാരകളുടെ വളർച്ച സംഭവിച്ചത്. ഭക്തിയും ആചാരങ്ങളും ഗംഗാ നദിയുടെ ചുറ്റുപാടിൽ വളർന്നതുകൊണ്ടാണ് ഗംഗയെ ഭൗതികമായും ആത്മീയമായും ഭാരതീയ ജീവിതത്തിന്റെ ഹൃദയമായി കണക്കാക്കുന്നത്. ഭാരതത്തിൽ പണ്ടുകാലം മുതലേ ഗംഗാസ്നാനം വലിയൊരു പുണ്യമായി കണക്കാക്കുന്നു. ഗംഗയുടെ ജലത്തിൽ സ്നാനം ചെയ്താൽ പാപങ്ങൾ ഇല്ലാതാകും എന്ന വിശ്വാസം യുക്തിയോടെ പറയപ്പെടുന്നു. അനേകം ഹിന്ദുക്കൾ അവരുടെ ജീവിതകാലത്തെ ഏറ്റവും വലിയ ആഗ്രഹമായി ഗംഗാസ്നാനം കണക്കാക്കുന്നു. ഗംഗാതീരത്ത് നടത്തുന്ന അസ്ഥി നിപഞ്ജനം ആത്മശുദ്ധിക്കും മോക്ഷത്തിനുമുള്ള മാർഗമെന്ന് വിശ്വസിക്കുന്നു. ഗംഗാസ്നാനത്തിലൂടെ പാപങ്ങളിലെത്തിയ ആത്മാവുകൾ പുനർജന്മത്തിൽ നല്ല ജീവിതം അനുഭവിക്കുന്നു. ഇന്ത്യൻ ഗവേഷകരും വിദേശ ശാസ്ത്രജ്ഞരും കണ്ടെത്തിയതനുസരിച്ച് ഗംഗയുടെ വെള്ളത്തിൽ അപാരമായ ബാക്ടീരിയകളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഇത് ബാക്ടീരിയോഫേജ് എന്ന പ്രത്യേക ജീവാണുക്കളാണ്. ഇവ രോഗാണുക്കളെ നശിപ്പിക്കാൻ സഹായിക്കുന്നു. മൈക്രോബിയൽ ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പര്യവേക്ഷണങ്ങളിൽ ഗംഗാജലത്തിൽ 20-ൽ അധികം തരം ബാക്ടീരിയോഫേജുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവ കുഷ്ഠരോഗം, ന്യൂമോണിയ, കോളർ, മൂത്രാശയ രോഗങ്ങൾ തുടങ്ങിയവ ഉണ്ടാക്കുന്ന സൂക്ഷ്മജീവികളെ നേരിടാൻ കഴിവുള്ളവയാണ്. ഗംഗാജലം തിളപ്പിക്കാതെ ദീർഘകാലം കേടുകൂടാതെ സൂക്ഷിക്കുവാൻ സാധിക്കും. ഹിമാലയത്തിലെ ഗോമുഖിൽ നിന്നും ഉദ്ഭവിക്കുന്ന ഗംഗാ നദി ധാതുക്കളാലും ഔഷധഗുണത്താലും സമ്പന്നമാണ്. ആന്റിബയോട്ടിക് സ്വഭാവം ഉള്ളതാക്കുന്നു. മറ്റു നദികളേക്കാൾ 15 മുതൽ 20% വരെ ഓക്സിജൻ ലെവൽ കൂടുതലുള്ള ഗംഗാ നദിയിലെ ജീവജാലങ്ങൾ അതീവ പ്രവർത്തനക്ഷമമാണ്. കാവ്യങ്ങളിൽ ഗംഗയ്ക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. മഹാഭാരതത്തിലും രാമായണത്തിലും ഗംഗയെക്കുറിച്ചുള്ള അനേകം സൂചനകൾ കാണാം. ഗംഗാദേവി രാജാവായ ശാന്തനുവിനെ വിവാഹം കഴിക്കുന്നതായി കാണുന്നു. അവർക്ക് ജനിച്ച മകനാണ് ഭീഷ്മൻ അഥവാ ദേവവ്രതൻ. ഗംഗയുടെ ശാന്തതയും ഭക്തിയുമാണ് ഭീഷ്മന്റെ പ്രതിബിംബത്തിൽ കാണുന്നത്. രാമായണത്തിലെ നിരവധി സാന്ദർഭ്യങ്ങളിൽ ഗംഗയെ മൂലപ്രവാഹം, ദേവനദി, പാപനാശിനി എന്ന നിലയിൽ വണങ്ങി സംസാരിക്കുന്നു. ഗംഗയെ കാണാൻ, അവളിൽ സ്നാനം ചെയ്യാൻ, അവളുടെ ജലം കുടിക്കാൻ രാമനും സഹോദരന്മാരും തപസ്സിനും യാത്രകൾക്കുമായി ഗംഗാ തീരങ്ങൾ വഴി യാത്ര ചെയ്യുന്നത് കാണാം. ഗംഗാസ്തോത്രം, ഗംഗാലഹരി പോലുള്ള സാഹിത്യകൃതികൾ ഗംഗയുടെ ദിവ്യതയെ വർണ്ണിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ആധ്യാത്മിക സംഗമമായ ഓരോ കുംഭമേളയ്ക്കും കോടിക്കണക്കിന് ഭക്തർ ഗംഗാ തീരങ്ങളിൽ ഒരു ഓർമ്മപ്പെടുത്തലായെത്തുന്നു. ഹരിദ്വാർ, പ്രയാഗ്, ഉജ്ജയിനി, നാസിക് എന്നിവിടങ്ങളിൽ നടക്കുന്ന കുംഭമേള ആധ്യാത്മികതയുടെ ഉത്സവമാണ്. ഇന്നത്തെ ഗംഗ പഴയ ലാളിത്യത്തിൽ നിന്ന് ഏറെ മാറിയിരിക്കുന്നു. വലിയ വ്യാവസായിക നഗരങ്ങൾ, കൃഷിയിൽ ഉപയോഗിക്കുന്ന കീടനാശിനികൾ, പ്ലാസ്റ്റിക് ഉപകരണങ്ങൾ എല്ലാം ചേർന്ന് ഗംഗയെ മലിനമാക്കുന്നു. ഗവേഷണങ്ങൾ ഗംഗയുടെ ജലഗുണനിലവാരത്തിൽ ഗുരുതരമായ കുറവുകൾ കാണിക്കുന്നു. മതപരമായ ആചാരങ്ങൾ പോലും ചിലപ്പോൾ അനാവശ്യമായി ഗംഗയെ മലിനമാക്കുന്നു. മൃതദേഹങ്ങൾ, പൂക്കൾ, ഭക്ഷണപദാർത്ഥങ്ങൾ എന്നിവയൊക്കെ നേരിട്ട് നദിയിൽ നിക്ഷേപിക്കുന്നു. ജനസംഖ്യാ വർധനയും ഗംഗയെ അപകടത്തിലാക്കിയിരിക്കുന്നു. ഗംഗയുടെ ജലം ഇന്ത്യയുടെ കാർഷിക സമൃദ്ധിക്ക് കാരണമായി. ഗംഗാ താഴ്വരയിൽ ഉള്ള മണ്ണ് അത്യധികം ഫലഭൂഷ്ടമാണ്. ഇത് കൃഷിക്ക് അനുയോജ്യമായതായി മാറുന്നു.
ഈ താഴ്വരയിൽ വെള്ളത്തിന് ലഭ്യത ഉണ്ടായിരുന്നതിനാൽ കർഷകർക്ക് വിളവെടുപ്പ് നല്ലതായിരുന്നു. വൈദിക കാലഘട്ടത്തിൽ ഹവനങ്ങളിൽ, തപസ്സുകളിൽ, ആചാരങ്ങളിൽ ഗംഗാജലം ഉപയോഗിച്ചിരുന്നു. ഗുരുകുലങ്ങളും ബ്രഹ്മചാര്യാശ്രമങ്ങളും ഗംഗയുടെ തീരങ്ങളിൽ ആയിരുന്നു. ഈ നദി വിദ്യാഭ്യാസവും ധർമ്മവുമെല്ലാം ചേർന്ന സ്ഥലമായിരുന്നു. ഗംഗയെ സംരക്ഷിക്കാനുള്ള നടപടികൾ പലതും രാജ്യത്താകമാനം നടപ്പിലാക്കിയിട്ടുണ്ട്. 2014 ആരംഭിച്ച നമാമി ഗംഗെ പദ്ധതിയിലൂടെ ഗംഗയുടെ സംരക്ഷണത്തിനും ശുദ്ധീകരണത്തിനും വിപുലമായ പ്രവർത്തനം ആരംഭിച്ചു. ഗംഗ ആക്ഷൻ പ്ലാൻ പോലെ തന്നെ ജലചോദന നിയന്ത്രണങ്ങൾ, പ്ലാന്റുകൾ, ടെസ്റ്റിംഗ് എന്നിവയും നടപ്പിലായി. ചില തീരദേശ ഗ്രാമങ്ങൾ പാരമ്പര്യപരമായ രീതികളിൽ മാറ്റം വരുത്തുകയും തങ്ങളുടെ ജീവിതരീതിയിൽ ഗംഗയെ സംരക്ഷിക്കാൻ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. പരിസ്ഥിതി പ്രവർത്തകരും വിദ്യാർത്ഥികളും ചേർന്ന് നവഗംഗയുടെ പരിരക്ഷയിൽ പങ്കാളികളാകുന്നു. ഗംഗ ദൈവത്തെപ്പോലെ ആരാധിക്കപ്പെടുന്ന ഒരു നദിയാണ്. ശുദ്ധതയുടെ, കരുണയുടെ, മോക്ഷത്തിന്റെ പ്രതീകം. അവളുടെ ജലം നമ്മുടെ ആചാരങ്ങളിലും ആരോഗ്യമുറകളിലും അനിവാര്യമായ പങ്ക് വഹിച്ചുവെങ്കിലും ഇന്ന് നമ്മൾ തന്നെ അവളെ മലിനമാക്കുകയാണ്. ഗംഗയെ രക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതാണ് സത്യമായ ഭക്തിയും പരമാർത്ഥവും.